വീഡിയോയിൽ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ വരെയാണ് നമ്മൾ പറഞ്ഞത്. ഓരോ ചാപ്റ്ററിലെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് നമ്മൾ പഠിച്ചാൽ മതി. ഇംപ്രൂവ്മെൻറ്റിന് അധികം സമയമില്ല. അതുകൊണ്ട് ഓരോ ചാപ്റ്ററിലെയും ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് പഠിക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ നല്ലതുപോലെ എഴുതി പഠിക്കുക. അങ്ങനെ എഴുതി പഠിച്ചാൽ നമുക്ക് യാതൊരു പ്രയാസമില്ലാതെ ഇംപ്രൂവ്മെൻറ്റിന് നല്ല ഗ്രേഡ് കരസ്ഥമാക്കാൻ സാധിക്കും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നും അതുപോലെ തന്നെ അത് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിനകത്ത് അതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ സ്കെയിലാർ ക്വാണ്ടിറ്റി, വെക്റ്റർ ക്വാണ്ടിറ്റി, അതാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. എന്താണ് സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിംഗ് ഓൺലി മാഗ്നിറ്റ്യൂഡ്, നോ ഡയറക്ഷൻ. ചില ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ പറയുമ്പോൾ അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. ഡയറക്ഷൻ പറയാതെ മാഗ്നിറ്റ്യൂഡ് മാത്രം പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം, മാസ്, വർക്ക്, എനർജി, ഇതെല്ലാം എന്താണ്? സ്കെയിലാർ ആയ ക്വാണ്ടിറ്റിയാണ്. എന്നാൽ ചില ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ പറയുമ്പോൾ അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒരുമിച്ച് പറയുന്ന ക്വാണ്ടിറ്റിയെ നമ്മൾ എന്ത് വിളിക്കും? വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയും. അതിന് എക്സാമ്പിൾ ആണ് ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, അതുപോലെ ടോർക്ക്. ഇതെല്ലാം എന്ന് പറയുന്നത് വെക്റ്റർ ആയ ക്വാണ്ടിറ്റിയാണ്. അപ്പൊ അത് പ്രധാനമായിട്ട് ഓർത്തിരിക്കും. അപ്പം സ്കെയിലാർ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ. അപ്പൊ ചില കുറെ ക്വാണ്ടിറ്റി തന്നിട്ട് അതിനകത്ത് സ്കെയിലാറും വെക്റ്ററും പരസ്പരം സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഈ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ വെക്റ്ററിനെ കുറിച്ചാണ്. വെക്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ അതിനകത്തിൽ പ്രധാനമായി 3 വെക്റ്ററുകൾ ഓർത്തിരിക്കണം. ആദ്യത്തത് ഈക്വൽ വെക്റ്റർ, പിന്നെ യൂണിറ്റ് വെക്റ്റർ, സീറോ വെക്റ്റർ. 2 വെക്ടറുകൾ ഈക്വൽ ആകണമെങ്കിൽ അതിന്റെ കണ്ടീഷൻസ് എന്താണ്? അവയുടെ മാഗ്നിറ്റ്യൂഡിലും ഡയറക്ഷനിലും ഒരുപോലെ വരണം, ഇല്ലേ? അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഇങ്ങനെ ഒരുപോലെ വന്നാൽ ഈ വെക്ടറിനെ നമ്മൾ എന്ത് വിളിക്കും? ഈക്വൽ വെക്ടർ എന്ന് പറയും. കണ്ടോ? അപ്പൊ 2 വെക്ടറുകൾ ഈക്വൽ ആകുന്ന കണ്ടീഷൻസ് എന്താണെന്ന് പരീക്ഷയ്ക്ക് നേരത്തെ ചോദിച്ചായിരുന്നു. ഇപ്പൊ 2 വെക്ടറുകൾ ഈക്വൽ ആകണമെങ്കിൽ അവയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എങ്ങനെ ആയിരിക്കണം? ഒരുപോലെ ആയിരിക്കണം. അങ്ങനെ വരുന്ന വെക്ടറാണ് ഈക്വൽ വെക്ടർ. ഇവിടെ വെക്ടർ എയും വെക്ടർ ബിയും ഈക്വൽ വെക്ടറാണ്. അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് വരയ്ക്കാം. ഇങ്ങനെ നമ്മൾ വരച്ച് ഇതിനകത്ത് വെക്ടർ പി, വെക്ടർ ക്യൂ, ഇത് രണ്ടും എന്താണ്? ഈക്വൽ വെക്ടറാണ്. അപ്പൊ 2 വെക്ടർ ഈക്വൽ ആയി വരണമെങ്കിൽ കണ്ടീഷൻ അറിയാമല്ലോ. അവയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എങ്ങനെ ആയിരിക്കണം? ഒരുപോലെ ആയിരിക്കണം. പിന്നെന്താണ് യൂണിറ്റ് വെക്ടർ? എന്താണ് യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ? യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്ന 1 ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? യൂണിറ്റ് വെക്ടർ എന്ന് പറയും. ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ട് വന്നാൽ അതിനെ യൂണിറ്റ് വെക്ടർ എന്ന് പറയും. യൂണിറ്റ് വെക്ടറിനെ നമ്മൾ അതിന്റെ പേരെഴുതിയിട്ട് മണ്ടയ്ക്ക് ഇങ്ങനെ ഒരു ക്യാപ്പ് ഇടും, അറിയാമല്ലോ. ഇത് വായിക്കേണ്ടത് എ ക്യാപ്പ്, അതാണ് യൂണിറ്റ് വെക്ടർ എ ക്യാപ്പ്. അപ്പൊ യൂണിറ്റ് വെക്ടർ എ ക്യാപ്പ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ. യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ ആണ്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 എന്നാണ്. അതിനെ നമ്മൾ ഇങ്ങനെ പേരെഴുതിയിട്ട് മുകളിൽ ഒരു ക്യാപ്പ് ഇടും. അത് വായിക്കേണ്ടത് എ ക്യാപ്പ്. അപ്പൊ യൂണിറ്റ് വെക്ടർ എ ക്യാപ്പ് ഈസ് ഈക്വൽ ടു വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ. ഒരു യൂണിറ്റ് വെക്ടറിനെ അതിന്റെ എക്സിലും വൈയിലും ഇസഡിലെയും കമ്പോണന്റ് ആണ്. എക്സിലെ കമ്പോണന്റ് എന്ന് പറയുന്നത് ഐ ക്യാപ്പ്, വൈയിലെ എന്ന് പറയുന്നത് ജെ ക്യാപ്പ്, ഇസഡിൽ എന്ന് പറയുന്നത് കെ ക്യാപ്പ്. ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയും. ഒരു വെക്ടറിന്റെ യൂണിറ്റ് വെക്ടറിന്റെ എക്സിലെയും വൈയിലെയും ഇസഡിലെയും ഘടകങ്ങളായ ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്, ഇവരെ വിളിക്കുന്ന പേരാണ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. ഓക്കെ, അടുത്ത വെക്ടറാണ് സീറോ വെക്ടർ. സീറോ വെക്ടർ എന്താണ്? സീറോ വെക്ടർ എന്ന് പറയുന്ന പേരിൽ തന്നെ ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 0 ആയി വന്നാൽ
അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീറോ വെക്ടർ അല്ലെങ്കിൽ നൾ വെക്ടർ എന്ന് പറയും. അതിന് നമ്മൾ സീറോ എന്ന് എഴുതി മണ്ടയ്ക്ക് ഇങ്ങനെ ഒരു ആരോ ഹെഡ് ഒരു ആരോ മാർക്ക് സൂചിപ്പിക്കും. ഇതാണ് സീറോ വെക്ടർ. അതിന്റെ മാഗ്നിറ്റ്യൂഡ് സീറോ ആയിരിക്കും, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് നൾ വെക്ടർ എന്ന് പറയും. സീറോ വെക്ടർ എക്സാമ്പിൾ ആണ് ദ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ ദ വെലോസിറ്റി വെക്ടർ ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ ആക്സിലറേഷൻ വെക്ടർ ഓഫ് എ ബോഡി മൂവിംഗ് വിത്ത് എ യൂണിഫോം വെലോസിറ്റി. ഇതൊക്കെ സീറോ വെക്ടർ അല്ലെങ്കിൽ നൾ വെക്ടർ ആയിരിക്കും. അപ്പോൾ വെക്ടറിൽ ഇത് ഓർത്തിരിക്കുക. അടുത്ത നമുക്ക് പ്രധാനമായി നോക്കേണ്ടത് വെക്ടർ അഡീഷൻ. വെക്ടർ അഡീഷൻ, രണ്ട് വെക്ടറിനെ പരസ്പരം കൂട്ടുന്ന രീതി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷനും പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷനും. അതെന്താണ് നമുക്ക് നോക്കാം. ട്രയാങ്കിൾ, ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് പരസ്പരം ഇൻക്ലൈൻഡ് ആയി നമുക്ക് തന്നിരിക്കുന്ന രണ്ട് വെക്ടർ ആണ് വെക്ടർ പിയും അതുപോലെ തന്നെ വെക്ടർ ക്യൂ. കണ്ടോ, ഇവ പരസ്പരം ഇൻക്ലൈൻഡ് ആയിരിക്കും. പരസ്പരം ഇൻക്ലൈൻഡ് ആയി വരുന്ന ഈ വെക്ടറിനെ കൂട്ടാനുള്ള രണ്ട് സമ്പ്രദായങ്ങളാണ്. ആദ്യത്തേത് ട്രയാങ്കിൾ ലോ. എങ്ങനെയാണ് ട്രയാങ്കിൾ ലോ? നമുക്ക് തന്നിരിക്കുന്ന രണ്ട് വെക്ടർ, ഈ വെക്ടറിനെ ഒരു ട്രയാങ്കിളിന്റെ വശങ്ങളായി അഡ്ജസന്റ് സൈഡുകളായി നമ്മൾ ഇങ്ങനെ ഓർഡറിൽ സങ്കല്പിക്കണം. കണ്ടോ, ഇതുപോലെ സങ്കല്പിച്ചു. വെക്ടർ പിയും വെക്ടർ ക്യൂ ട്രയാങ്കിളിന്റെ സമീപവശങ്ങളായി സങ്കല്പിച്ചാൽ the third side completing the triangle, ഈ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന മൂന്നാമത്തെ വശം ഇത്. അതെന്തെടുക്കണം? ടേക്കൺ ഇൻ റിവേഴ്സ് ഡയറക്ഷൻ. ഇപ്പൊ ഇത് ഇങ്ങോട്ട് വന്നു, ഇത് ഇങ്ങോട്ടാണ്, ഇല്ലേ? ഇത് ഇങ്ങോട്ട് വന്നു, അടുത്തത് ഇങ്ങോട്ടാ, പക്ഷേ ഡയറക്ഷൻ തിരിച്ചിങ്ങനെ റിവേഴ്സ് ഓർഡറിൽ എടുത്താൽ ഇതായിരിക്കും അതിന്റെ വെക്ടർ സം അല്ല റിസൾട്ടന്റ്. വെക്ടർ ആർ ഈസ് ഈക്വൽ ടു വെക്ടർ പി പ്ലസ് വെക്ടർ ക്യൂ. ഇങ്ങനെ വെക്ടറിനെ ആഡ് ചെയ്യുന്ന സമ്പ്രദായത്തെ നമ്മൾ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറയും. രണ്ടാമത്തെ രീതിയാണ് പാരലോഗ്രാം ലോ. പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. നമുക്ക് ഇതുപോലെ പരസ്പരം ഇൻക്ലൈൻഡ് തന്നിരിക്കുന്ന രണ്ട് വെക്ടർ ആണ് പിയും ക്യൂ. ഇതിനെ നമ്മൾ എങ്ങനെയാണ് പാരലോഗ്രാം മെത്തേഡിൽ കൂട്ടുന്നത്? നമുക്ക് തന്നിരിക്കുന്ന വെക്ടറിനെ ഇതുപോലെ ഒരു പാരലോഗ്രത്തിന്റെ വശങ്ങളായി നമ്മൾ സങ്കല്പിക്കുന്നു. അത് നമുക്ക് തന്നിരിക്കുന്ന വെക്ടർ ആണ് വെക്ടർ പി, ഇവിടെ എടുക്കണം. അടുത്ത രണ്ടാമത്തെ വെക്ടർ ഇവിടെ എടുത്തു, അതാണ് വെക്ടർ ക്യൂ. കണ്ട, ഇങ്ങനെ എടുത്താൽ ഈ രണ്ട് വെക്ടറോടെ കൂട്ടിമുട്ടുന്ന പോയിന്റ്, അതിനെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ O എന്ന് പറയും. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഡയഗണൽ, ഇതാണ് ഡയഗണൽ. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പാരലോഗ്രാം കിട്ടും. ഈ ഡയഗണൽ, the diagonal starting from the point of intersection of the two vectors, അതാണ് ഇവിടുത്തെ വെക്ടർ സം. വെക്ടർ ആർ ഈസ് ഈക്വൽ ടു വെക്ടർ പി പ്ലസ് വെക്ടർ ക്യൂ. ഇങ്ങനെ വെക്ടറിനെ കൂട്ടുന്ന സമ്പ്രദായത്തെ നമ്മൾ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറയും. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് പാരലോഗ്രാം ലോ? എന്താ അങ്ങനെ പറയുന്നത്? The given two vectors are represented the adjacent side of a parallelogram taken in order, then the diagonal, ഇതാണ് diagonal, starting from the point of intersection of the two vectors represent the vector sum. നമുക്ക് തന്നിരിക്കുന്ന രണ്ട് വെക്ടർ ആണ് പിയും ക്യൂവും. അതിനെ നമ്മൾ പാരലോഗ്രത്തിന്റെ സമീപവശങ്ങളായി എടുത്താൽ അവ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് ഓയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഡയഗണൽ ആയിരിക്കും ഇവിടുത്തെ റിസൾട്ടന്റ്. അതാണ് വെക്ടർ ആർ ഈസ് ഈക്വൽ ടു വെക്ടർ പി പ്ലസ് വെക്ടർ ക്യൂ. ഇതിൽ നമുക്ക് റിസൾട്ടന്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ ഈ പടം ചെറിയൊരു മാറ്റം കൂടെ വരുത്തുന്നു. ഇങ്ങനെ നമ്മളൊരു മാറ്റം ഇവിടെ വരുത്തി, എന്നിട്ട് ഇത് O, ഇവിടെ B, C, D എന്ന് പേര് കൊടുത്തു. ഇവിടുത്തെ മുഴുവൻ ആംഗിൾ തീറ്റ, ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ, ഇത്രയും ആംഗിൾ എന്ന് പറഞ്ഞ് നമ്മൾ ആൽഫ എന്ന് വിളിക്കും. കണ്ടോ, ചെറിയൊരു മാറ്റം നമ്മൾ വരുത്തി. ഓക്കെ, ഇനി നമുക്കിതിൽ നിന്ന് റിസൾട്ടന്റ് R കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. അതിനുവേണ്ടി നമുക്കിവിടെ റൈറ്റ് ട്രയാങ്കിൾ കാണാം. കണ്ടോ, ആ ട്രയാങ്കിളിന്റെ പേര് ഇൻ ദ ട്രയാങ്കിൾ, അതിന്റെ പേരാണ് ODC. കണ്ടല്ലോ, ODC. ഈ വലിയ ട്രയാങ്കിൾ, ആ ODC എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളിൽ
നമ്മൾ പൈതഗോറസ് തിയറം അനുസരിച്ച് ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്തുവാ? OC സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർഡ് OD സ്ക്വയർഡ് പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് ഇൻറ്റു സ്ക്വയർഡ് DC സ്ക്വയർഡ്. കണ്ടോ? പൈതഗോറസ് തിയറം അനുസരിച്ച് OC സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു OD സ്ക്വയർഡ് പ്ലസ് DC സ്ക്വയർഡ്. കണ്ടല്ലോ? വീണ്ടും OC സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു OD. ഇതാണ് O മുതൽ B വരെയുള്ള ദൂരം. ഈ OD എന്ന് പറയുന്ന ദൂരം OAയും ADയും കൂടി പരസ്പരം കൂട്ടുന്നതാണ്. അപ്പൊ നമ്മൾ ODക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? OA പ്ലസ് AD the whole squared പ്ലസ് പിന്നെ ഇവിടുത്തെ DC സ്ക്വയർഡ്. ശരിയല്ലേ? വീണ്ടും നമുക്ക് OC സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു ഇത് A പ്ലസ് B the whole squared ഇതിൽ എക്സ്പാൻഡ് ചെയ്യണം. A plus B the whole squared. A squared A plus 2AB plus B squared എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? OA squared plus 2 into OA into AD plus AD squared plus പിന്നെ ഇവിടുത്തെ DC squared. വീണ്ടും നമുക്ക് OC squared is equal to OA squared plus 2 into OA into AD plus ഇവിടെ AD squared plus DC squared. നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ ആണ്, ഇവിടെ ഒരു കൊച്ചു ട്രയാങ്കിൾ ഉണ്ട്, കണ്ടോ? അതിനകത്ത് AD squared plus DC squared എന്ന് പറയുന്നത് ഈ AC squared തുല്യമാണ്. അപ്പൊ നമുക്ക് അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? AC squared എന്ന് കൊടുക്കാം. ഇവിടുത്തെ AD squared plus DC squared പകരം നമ്മൾ എന്ത് കൊടുത്തു? ഇവിടെ AC squared എന്ന് കൊടുത്തു. ഓക്കെ, ഇത് നമുക്ക് ഓരോന്നിനും വാല്യൂ നമ്മൾ കൊടുക്കണം. ഇതിന് ഓരോന്നിനും നമ്മൾ വാല്യൂ കൊടുക്കുക. ഓരോന്നിന്റെ വാല്യൂ നമുക്ക് ഇവിടോട്ട് എഴുതാം. ആദ്യം OC, ഇതാണ് OC, അതെന്ന് പറയുന്നത് 6. OCയുടെ വാല്യൂ എന്ന് പറയുന്നത് 6. അടുത്തത് OA എന്ന് പറയുന്നത് ഇതാണ് OA എന്ന് പറയുന്നത് P. അതുപോലെ പിന്നെ ഇവിടെ OA, പിന്നെ AC, ഈ ദൂരമാണ് AC. ഇത് AC എന്ന് പറയുന്ന ഈ ദൂരം ഈ OBക്ക് തുല്യമാണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് Q. അടുത്തത് ADയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ADയുടെ വാല്യൂ ഇതാണ് AD. ഇത് കാണാൻ നമ്മൾ ഈ കൊച്ചു ട്രയാങ്കിൾ ആണ്, ഇവിടുത്തെ കുഞ്ഞു ട്രയാങ്കിൾ, അതിനകത്ത് നമ്മുടെ സൈൻ തീറ്റ, അതിനകത്ത് നമ്മൾ കോസ് തീറ്റ കണ്ടുപിടിക്കുക. കോസ് തീറ്റ, ഇതിനകത്ത് ഈ ആംഗിൾ ആണ് തീറ്റ. അപ്പൊ കോസിന്റെ റേഷ്യോ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോ. അഡ്ജസൻറ്റ് എന്ന് പറഞ്ഞവിടെ AD ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് AC. That is cos theta is equal to AD divided by AC എന്ന് പറയുന്നത് ഇതാണ് AC. ആ AC ആർക്ക് തുല്യമാണ്? Qന് തുല്യമാണ്. അപ്പൊ ഡിവൈഡഡ് ബൈ Q. അതിൽ നിന്ന് നമുക്ക് AD കിട്ടും Q cos theta. ADയുടെ വാല്യൂ കിട്ടി Q cos theta. ഈ വാല്യൂസ് എല്ലാം നമ്മൾ ഇതിനകത്ത് കൊടുക്കണം. ഇതിനകത്ത് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? അതുകൊണ്ട് OCയുടെ വാല്യൂ എന്തുവാ? R squared is equal to OAയുടെ വാല്യൂ P squared plus 2 into P into ADക്ക് പകരം നമ്മൾ Q cos theta plus AC ക്ക് പകരം Q squared എന്ന് കൊടുക്കണം. ഇതൊന്നുകൂടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ R squared is equal to P squared plus Q squared plus 2PQ cos theta. ഇത് നമ്മൾ R കണ്ടുപിടിക്കണം. R കാണാൻ R is equal to root of P squared plus Q squared plus 2PQ cos theta. ഇതാണ് റിസൾട്ടന്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. R is equal to root of P squared plus Q squared plus 2PQ cos theta. ഓക്കെ, നമ്മൾ റിസൾട്ടന്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ പറഞ്ഞു. R is equal to root of P squared plus Q squared plus 2PQ cos theta. ഇതാണ് പാരലോഗ്രാം ലോ വെക്ടർ അഡീഷനിൽ നമുക്ക് റിസൾട്ടന്റ്, രണ്ട് വെക്ടറിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കുന്ന രീതി. ഇതാണ് R കണ്ടുപിടിക്കുക. ഇനി നമുക്ക് ഡയറക്ഷൻ കാണാം. ഡയറക്ഷൻ കാണാൻ നമ്മൾ ഇതിനകത്ത് ഇന്ന് ടാൻ ആൽഫ കണ്ടുപിടിക്കും. മുമ്പേ പറഞ്ഞ റൈറ്റ് ട്രയാങ്കിളിലോ ODC, ഈ ആംഗിൾ ആണ് ആൽഫ. നിങ്ങൾ ടാൻ ആൽഫ കണ്ടുപിടിക്കണം. കണ്ടോ? ഇതിനകത്ത് ഇന്ന് ടാനിന്റെ റേഷ്യോ എങ്ങനെ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ adjacent side. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? DC ഡിവൈഡഡ് ബൈ adjacent എന്ന് പറയുന്നത് OD. that is equal to DC divided by OD എന്ന് പറയുന്ന മുമ്പ് നമ്മൾ പറഞ്ഞു OA plus AD. OA plus AD.
കണ്ടോ? ഇനി നമുക്ക് ഒരു വാല്യൂ നോക്കാം. ആദ്യം നമുക്ക് ഇവിടെ ഡി സിയുടെ വാല്യൂ നമുക്ക് കാണണം. അതിനുവേണ്ടി കൊച്ചു ട്രയാങ്കിൾ കണ്ടോ, കുഞ്ഞു ട്രയാങ്കിൾ എ ഡി സി, നമ്മൾ അതിനകത്ത് സൈൻ തീറ്റ കാണണം. സൈൻ തീറ്റ കണ്ടോ, ഇതാണ് തീറ്റ. സൈൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ്, ഡി സി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എ സി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി സി ഡിവൈഡഡ് ബൈ എ സി എന്ന് പറയുന്നത് ക്യൂ. അതിൽ നിന്ന് ഡി സി ഈസ് ഈക്വൽ ടു ക്യൂ സൈൻ തീറ്റ. ഓക്കെ, അതുപോലെ ഓയുടെ വാല്യൂ നമ്മൾ എഴുതി. ഓ എന്തുവാ? ഇതാണ് ഓ എ, അതെന്ന് പറയുന്നത് പി. എ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചല്ല മുമ്പ്. എ ഡി എന്ന് പറയുന്നത് ക്യൂ കോസ് തീറ്റ. അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ഡി സിക്ക് പകരം ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. ഇതാണ് ടാൻ ആൽഫ. ഇതിൽ നിന്നും ആൽഫ ഈസ് ഈക്വൽ ടു tan inverse q sin theta divided by p plus q cos theta. ഇതാണ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറയും. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ പാരലോഗ്രാം ലോ മനസ്സിലാക്കി. given vectors are represented the adjacent sides of a parallelogram taken in order, then the diagonal starting from the point of intersection of the two vectors represents the vector sum. മനസ്സിലായല്ലോ? അതിൽ നിന്ന് r കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് റൂട്ട് ഓഫ് പി സ്ക്വയർഡ് പ്ലസ് ക്യൂ സ്ക്വയർഡ് പ്ലസ് 2pq cos theta. ഡയറക്ഷൻ tan alpha is equal to q sin theta divided by p plus q cos theta. ഇതിനൊരു സ്പെഷ്യൽ കേസ് ഉണ്ട്. രണ്ട് വെക്ടറുകൾ പരസ്പരം പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ വെക്ടറാണ് പി, രണ്ടാമത്തെ വെക്ടറാണ് ക്യൂ. ഇവ പരസ്പരം പെർപെൻഡിക്കുലർ ആണെങ്കിൽ അപ്പോൾ ആംഗിൾ തീറ്റ എത്ര വരും? 90 ഡിഗ്രി. രണ്ട് വെക്ടറുകൾ പരസ്പരം പെർപെൻഡിക്കുലർ ആയി വന്നാൽ ആംഗിൾ തീറ്റ 90. അപ്പൊ നമുക്ക് റിസൾട്ട് എങ്ങനെ ആയിരിക്കും? r is equal to root of p squared a plus q squared a plus 2pq cos theta എന്നുള്ളത് cos 90 ഡിഗ്രി വരും. That is r is equal to root of p squared a plus q squared. ഇല്ലേ? cos 90 എന്ന് പറയുന്നത് 0. അപ്പൊ ഈ ടേം മൊത്തം എന്തായിട്ട് വരും? 0 ആയിട്ട് വരും. അങ്ങനെ വരുമ്പോൾ r is equal to root of p squared a plus q squared എന്ന്. ഇപ്പൊ രണ്ട് വെക്ടറുകൾ പരസ്പരം പെർപെൻഡിക്കുലർ ആയി വന്നാൽ അതിന്റെ റിസൾട്ടന്റ് r is equal to root of p squared plus q squared. അതുപോലെ അതിന്റെ ഡയറക്ഷൻ നമുക്ക് tan alpha is equal to q sin theta divided by p plus q cos theta. അതിനകത്ത് തീറ്റയുടെ സ്ഥാനത്ത് 90 കൊടുക്കണം. that is equal to q sin 90 degree divided by p plus q cos 90. That is tan alpha is equal to sin 90 1 into q divided by ഇത് 0 ആയി പോകും. അപ്പോൾ താഴെ p മാത്രം. ഓക്കെ, അപ്പൊ രണ്ട് വെക്ടറുകൾ പരസ്പരം പെർപെൻഡിക്കുലർ ആയി വന്നാൽ റിസൾട്ടന്റ് കാണാൻ r is equal to root of p squared plus q squared ഉം ഡയറക്ഷൻ tan alpha കാണാൻ q divided by p എന്നുമാണ്. മനസ്സിലായല്ലോ? ഒരു പ്രോബ്ലം നോക്കാം. അതായത് പ്രോബ്ലം ഇങ്ങനെയാണ്. രണ്ട് ഈക്വൽ വെക്ടറുകൾ അതിന്റെ റിസൾട്ടന്റ് എന്ത് തന്നെ അത് തന്നെയാണെങ്കിൽ അവർ തമ്മിലുള്ള ആംഗിൾ കാണും. രണ്ട് ഈക്വൽ വെക്ടറുകൾ അതിന്റെ റിസൾട്ടന്റും അത് തന്നെയാണെങ്കിൽ അവർ തമ്മിലുള്ള ആംഗിൾ എത്രയാണ് എന്ന് നമുക്കൊരു ചോദ്യം വന്നാൽ എങ്ങനെ ചെയ്യും? ഇപ്പൊ രണ്ട് ഈക്വൽ വെക്ടർ, ആദ്യത്തെ വെക്ടർ നമുക്ക് p എന്ന് പറയുന്ന x എന്ന് എടുക്കുന്നു, രണ്ടാമത്തെ വെക്ടർ q എന്ന് പറയുന്നത് x എന്ന് എടുത്തു. അതിന്റെ റിസൾട്ടന്റും അത് തന്നെ. അപ്പോൾ r എന്ന് പറയുന്നത് x ആണെങ്കിൽ അവർ തമ്മിലുള്ള ആംഗിൾ തീറ്റ കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. എങ്കിൽ നമുക്ക് റിസൾട്ടന്റ് കാണാൻ r is equal to root of p squared plus q squared plus 2pq cos theta. ഇത് നമ്മൾ വാല്യൂ കൊടുക്കണം. r ന്റെ സ്ഥാനത്ത് x is equal to root of x squared plus q ന് പകരവും x ന്റെ സ്ക്വയർഡ് plus 2 into x into cos theta. ശരിയല്ലേ? that is x is equal to root of ഇവിടെ x squared ആഡ് ചെയ്യുമ്പോൾ 2x squared plus ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x squared cos theta. ശരിയല്ലേ? that is x is equal to root of ഇവിടെ 2x squared കോമൺ എടുത്താൽ ബ്രാക്കറ്റിൽ 1 plus cos theta. ശരിയല്ലേ? that is x is equal to x squared ഇനി പുറത്തെടുത്തു. അപ്പോൾ ഈ x squared റൂട്ട് ഇവിടെ എടുക്കുമ്പോൾ x into root of പിന്നെന്താ വരും 2 into 1 plus cos theta. കണ്ടല്ലോ?
അപ്പൊ നമുക്ക് ഈ എക്സും എക്സും കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ 1 is equal to root of 2 into 1 plus cos theta എന്ന് കിട്ടി. ഇത് സ്ക്വയർ ചെയ്യണം. സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ റൂട്ടിന്റെ ശല്യം ഒന്ന് മാറും. അപ്പൊ നമുക്ക് 1 is equal to 2 into 1 plus cos theta കണ്ടല്ലോ. അതിൽ നിന്ന് നമ്മൾ 1 plus cos theta കണ്ടുപിടിക്കും. ഇതിൽ നിന്ന് 1 plus cos theta കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1/2 എന്ന് കിട്ടി. അപ്പോൾ അതിൽ cos theta is equal to 1/2 minus 1 അല്ലെങ്കിൽ cos theta is equal to minus 1/2. cos theta minus 1/2 ആണെങ്കിൽ theta എന്ന് പറയുന്നത് 120 ഡിഗ്രി. കാരണം cos 120 ആണ് minus 1/2. അപ്പോൾ അവിടെ തന്നെ ആംഗിൾ എത്ര ആയിരിക്കും? 120 ഡിഗ്രി. ഓക്കെ. അടുത്ത നമുക്ക് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായിരിക്കും, അതാണ് പ്രൊജക്ടൈൽ മോഷൻ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രൊജക്ടൈലും അതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് അത് വളരെ കണിശമായിട്ട് എല്ലാവരും പഠിച്ചിരിക്കണം. എന്താണ് പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞാൽ? എനി പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ് ഇൻടു എയർ വിത്ത് എ വെലോസിറ്റി ഇറ്റ് മൂവ്സ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി എലോൺ. ഏതെങ്കിലും ഒരു പാർട്ടിക്കിളിനെ നമ്മൾ അന്തരീക്ഷത്തിലേക്ക് ചലിച്ചു വിക്ഷേപിച്ചാൽ അത് ഗ്രാവിറ്റി ഇൻഫ്ലുവൻസ് കൊണ്ട് അത് ചലിക്കും. ആ ചലനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊജക്ടൈൽ മോഷൻ. ഉദാഹരണം ജാവലിൻ ത്രോ എന്ന് പറയുന്നത് ഒരു പ്രൊജക്ടൈൽ മോഷൻ എക്സാമ്പിൾ ആണ്. മനസ്സിലാവുന്നത്? അപ്പൊ പ്രൊജക്ടൈലുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഫിഗർ ഉണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ വരച്ചു പഠിച്ചു കാണും. ആ ഫിഗർ നമ്മൾ ഇങ്ങനെ വരയ്ക്കണം. അപ്പൊ ഇങ്ങനെ ഒരു ചലനമാണ്. പ്രൊജക്ടൈലിന്റെ പാത്ത് എന്ന് പറഞ്ഞ ഇങ്ങനെ പരാബോളിക് ഷേപ്പാണ്. ഇത് നമ്മുടെ ട്രാജക്ടറി എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പാർട്ടിക്കിളിനെ എന്ത് ചെയ്തു? യു എന്ന് പറയുന്ന വെലോസിറ്റിയിൽ നമ്മൾ അന്തരീക്ഷത്തിലേക്ക് പ്രൊജക്ട് ചെയ്തു, മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഹൊറിസോണ്ടൽ. ഇതാണ് ഹൊറിസോണ്ടൽ. ആ ഹൊറിസോണ്ടലുമായിട്ട് നമ്മൾ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ വരത്തക്കവണ്ണം നമ്മൾ എന്ത് ചെയ്തു? അതിനെ മുകളിലേക്ക് പ്രൊജക്ട് ചെയ്തു. ഈ വെലോസിറ്റിയെ നമുക്ക് രണ്ട് കമ്പോണന്റ് ആക്കി മാറ്റാം. ഒന്ന് ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയുന്നത് യു കോസ് തീറ്റ, വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് പറയുന്നത് യു സൈൻ തീറ്റ. This velocity can be resolved into two components. That is, x component means horizontal component u cos theta and vertical component എന്ന് പറയുന്നത് u sin theta. ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറഞ്ഞ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. പ്രൊജക്ടൈൽ ഉടനീളം ഈ ഹൊറിസോണ്ടൽ കമ്പോണന്റ് യു കോസ് തീറ്റ എന്ന് പറയുന്നത് കോൺസ്റ്റന്റും, വെർട്ടിക്കൽ കമ്പോണന്റ് എലോൺ ഈസ് അഫക്റ്റഡ് ബൈ ഗ്രാവിറ്റി. അത് ഗ്രാവിറ്റി ഇൻഫ്ലുവൻസ് കൊണ്ട് അത് ഓരോ പോയിന്റിലും വ്യത്യസ്തമായിരിക്കും. എങ്കിൽ നമുക്കിവിടെ ഇതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ ആദ്യം നമുക്ക് മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റ് h നമ്മൾ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഇനിഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി uy is equal to u sin theta. ഫൈനൽ വെർട്ടിക്കൽ വെലോസിറ്റി vy is equal to 0. കാരണം മാക്സിമത്തിൽ ചെല്ലുമ്പോൾ വെലോസിറ്റി ബിക്കം 0 ആകും. അടുത്തത് ആക്സിലറേഷൻ a എന്ന് പറയുന്നത് -d എന്ന് എടുക്കണം. Then displacement s എന്ന് പറഞ്ഞ ഇവിടെ h ആണ്. നമുക്ക് മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി v squared is equal to u squared plus 2as. ഇതിനാ നമ്മൾ വാല്യൂ കൊടുക്കണം. അപ്പൊ v എന്ന് പറഞ്ഞ ഫൈനൽ വെലോസിറ്റി 0 is equal to u എന്ന് പറഞ്ഞ u squared sin squared theta plus 2 into a ക്ക് പകരം -d into s ന് പകരം h. നമ്മൾ ഇതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. minus u squared sin squared theta is equal to minus 2gh. അതിൽ നിന്നും നമുക്ക് h കാണാം. h കാണുമ്പോൾ u squared sin squared theta divided by 2g എന്ന് വരും. മൈനസ് മൈനസ് കട്ട് ചെയ്തു. ഇതാണ് മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. h is equal to u squared sin squared theta divided by 2g. Time of flight. Time of flight എന്ന് പറഞ്ഞാൽ it is the time taken by the projectile to return the same horizontal level. നമ്മൾ ഇവിടെ നിന്ന് എറിഞ്ഞാൽ അത് ഇങ്ങനെ ചലിച്ച് ഇവിടെ വന്ന് വീഴുമ്പോൾ എത്ര സമയം എടുക്കും? അതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അതാണ് ക്യാപിറ്റൽ ടി എന്ന് പറയും. അത് നമുക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി മുമ്പേ പറഞ്ഞ ഇനിഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി uy എന്ന് പറയുന്നത്
u sin theta. Then acceleration എന്ന് പറയുന്നത് മൈനസ് g. Then time എന്ന് പറയുന്നത് ക്യാപിറ്റൽ T, അതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്ക് കണ്ടുപിടിക്കണം, ക്വസ്റ്റ്യൻ മാർക്ക്. Then the displacement, the vertical displacement s എന്ന് പറയുന്നത് 0 എന്ന് വിളിക്കണം. Displacement s is equal to 0 എങ്കിൽ നമുക്ക് s is equal to ut plus half et സ്ക്വയറിനകത്ത് വാല്യൂ കൊടുക്കാം. 0 is equal to u വിന് പകരം u sin theta into capital T plus half into minus g into capital T square. പുറത്തോട്ട് കൊണ്ടുവരാം. മൈനസ് യു സൈൻ തീറ്റ ഇൻറ്റു ടി ഇസ് ഈക്വൽ ടു മൈനസ് ജി ടി സ്ക്വയർഡ് ബൈ 2. ഇവിടുത്തെ ടിയും ഈ ടിയും കൂടെ കട്ട് ചെയ്യും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2u sin theta is equal to gt. അതിൽ നിന്നും t is equal to 2u sin theta divided by g. ഈ മൈനസും മൈനസും കട്ട് ചെയ്തു. ഇതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 2u sin theta divided by g. ഓക്കെ. ഹൊറിസോണ്ടൽ റേഞ്ച്, ഹൊറിസോണ്ടൽ റേഞ്ച്, ഹൊറിസോണ്ടൽ റേഞ്ച് അതിനെ ക്യാപിറ്റൽ ആർ. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ മുതൽ ഇവിടെ വരെയുള്ള ദൂരം, അതാണ് ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം ദ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ. ഹൊറിസോണ്ടൽ റേഞ്ച് കാണാൻ r is equal to horizontal velocity. ഹൊറിസോണ്ടൽ വെലോസിറ്റിയെ ടൈം ഓഫ് ഫ്ലൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. That is r is equal to horizontal velocity u cos theta into time of flight. ഇപ്പോ നമ്മൾ പറഞ്ഞു 2u sin theta divided by g എന്നാണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ r is equal to 2u squared sin theta cos theta divided by g എന്ന് എഴുതും. അതായത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ u squared into 2 sin theta cos theta divided by g എന്ന് എടുക്കും. That is r is equal to u squared into 2 sin theta cos theta, അത് sin 2 theta എന്നാണ്, divided by g. അപ്പോൾ റേഞ്ച് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ u squared sin 2 theta divided by g. അടുത്തത് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച്. ഹൊറിസോണ്ടൽ റേഞ്ച് r എന്ന് പറയുന്നത് മാക്സിമം ആകണമെങ്കിൽ ഇക്വേഷനിൽ sin 2 തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 വരണം. sin 2 തീറ്റ 1 വരണമെങ്കിൽ ഇവിടെ 2 തീറ്റയുടെ സ്ഥാനത്ത് എത്ര വരും? 90 ഡിഗ്രി വരണം. 2 തീറ്റ 90 ആണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് 45 ഡിഗ്രി. അപ്പൊ നമുക്ക് മാക്സിമം റേഞ്ച് കിട്ടണമെങ്കിൽ ഒരു വസ്തുവിനെ 45 ഡിഗ്രി ആംഗിളിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യണം. എങ്കിൽ നമുക്ക് മാക്സിമം റേഞ്ച് r മാക്സിമം കാണാൻ ഇവിടെ 1 കൊടുക്കുമ്പോൾ u സ്ക്വയർഡ് ബൈ g. ഇങ്ങനെ 4 ഇക്വേഷൻ, പ്രൊജക്റ്റിനുമായി ബന്ധപ്പെട്ട ഈ 4 ഇക്വേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ അത് എഴുതി പഠിക്കണം. ഓക്കെ. പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ആ 4 ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. അത് കണിശമായിട്ടും അതിലെല്ലാം ചോദിക്കത്തില്ല, 1-2 പരീക്ഷയ്ക്ക് വേണ്ടി ചോദിക്കുന്നതായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം പ്രധാനമായിട്ടുള്ള ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ പ്രധാനമായിട്ട് എഴുതി പഠിക്കുക. എഴുതി പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറാണ് അത്, അതിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കി പോർഷനുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.